ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മണ്ണാർക്കാട് വരെ പോവാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നൂഹമോളുടെ സെക്കൻഡ് ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം, ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മേമയാണ്. നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടിലല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്, നമ്മുടെ അയൽവക്കത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ വലിയ 2 ചക്ക നിൽപ്പുണ്ട്, കറക്റ്റ് കാർമയ്ക്ക് വീഴും. അപ്പോൾ അത് കാരണം കൊണ്ട് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ ഒരു മുള്ള് കൊണ്ടാൽ വരെ കെട്ടിയവനും സഹിക്കൂല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സേഫാക്കി ഇടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മേമയാണ് കേട്ടോ, അതായത് എൻ്റെ അമ്മായിമ്മേൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ആൾ എന്തായാലും മണ്ണാർക്കാട് വരെ പോവാണ്, ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മേമനെ അവിടെ മണ്ണാർക്കാട് ഇറക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. മേമ അങ്ങനെ ബായ്ക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നൂഹമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നല്ല കളക്ഷനും കാര്യങ്ങളുണ്ട്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ട് നോക്കിയത്. അപ്പോൾ ഇതിട്ടപ്പം ആൾക്ക് നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു എന്താ പറയുക രസമായിട്ട് തോന്നിയില്ല. കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമ്മളത് എടുത്തില്ല കേട്ടോ, ജസ്റ്റ് ഇട്ട് നോക്കിയത്. പക്ഷേ ആൾക്ക് ഭയങ്കര പൊലിവായിക്കാണ് കേട്ടോ. അങ്ങനെ നേരെ നൂഹമോളുടെ അടുത്ത് കണ്ണാടി പോയി നോക്കാൻ പറയണം കേട്ടോ. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര രസമല്ലേ, എന്നതുപോലെ തന്നെ ഓക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ വട്ടം കറങ്ങുന്നു, ഓടിക്കളിക്കുന്നു, വേറെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പോഴാണ് നമ്മളിതാ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓളിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല കേട്ടോ, കാക്കൂനും കറക്റ്റ് ഫിറ്റിംഗ് ആണ്, എന്നാൽ ഇട്ടിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട് കേട്ടോ. ഇവിടെ തീരെ വെട്ടില്ല കേട്ടോ, അതാണ് കേട്ടോ മനസ്സിലാവാത്തത്. പക്ഷേങ്കിൽ ഇതാ നോക്ക്, ഇഷ്ടമായോ? പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു ഡ്രസ്സ് ബർത്ത്ഡേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പം പിന്നെ അവളത് ഊരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇഷ്ടമായിട്ടോ, അവൾക്ക് ഇഷ്ടമായി. രസമുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവളും ആ രസമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെ ഐശുവിനും പാത്തുവിനും ഉള്ള ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ. നമ്മൾ നൂഹമോക്ക് എടുത്ത സെയിം ഡ്രസ്സിൻ്റെ തന്നെ വലിപ്പത്തിലുള്ളത് ചോദിച്ചു, പക്ഷേങ്കിൽ ഐഷക്ക് കിട്ടിയില്ല, റിഫക്ക് കിട്ടി കേട്ടോ. പാത്തൂന് അങ്ങനെ സെയിം പോലെ തന്നെ സെയിം മോഡൽ തന്നെ കുറച്ചും കൂടെ വലിപ്പമുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് നോക്കണതിൻ്റെ ഇടയ്ക്കാണ് നൂഹമോൾ ഏതോ ഒരു ബൊമ്മേൻ്റെ കൈയൊക്കെ പിടിച്ച് വലിച്ച് പറിച്ചു കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നത് കേട്ടോ. അത് അപ്പം തന്നെ ഓണർ വാങ്ങിച്ചവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കൈ പറിച്ച് എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാനത് മേടിച്ച് വെച്ചപ്പോൾ അവിടുത്തെ ഓണർ പറഞ്ഞു കുഴപ്പമില്ല, അത് കയ്യിലിരുന്നോട്ടേന്ന്. അത് കാരണം കൊണ്ട് അവൾക്കത് കളിക്കാൻ കൊടുത്തിക്കാണ് കേട്ടോ. ഏത് ബൊമ്മേൻ്റെ ആണെന്ന് ആർക്കറിയാം. എന്തായാലും അവിടെ തല്ലിപ്പൊളിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വേഗം ബാക്കി ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ഐശുവിന് നമ്മൾ ജീൻസും ടോപ്പാണ് എടുത്തത്. റിഫക്ക് നമ്മൾ സെയിം തന്നെ നമുക്ക് കിട്ടിയിട്ട്, ഐശുവിൻ്റെ വലിപ്പത്തിലുള്ളത് നമുക്ക് കിട്ടിയില്ല. അതന്നെ ആയിരുന്നെങ്കിൽ 3 പേർക്കും സെയിം തന്നെ ആയേനെ. പിന്നെ ഞങ്ങൾ വേറെ കടകളൊന്നും നോക്കാൻ നിന്നില്ല, അവിടെ നിന്ന് തന്നെ 3 പേർക്കും എടുത്തിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിൽ പോവാണ് കേട്ടോ. പോവാൻ നേരത്ത് ബൊമ്മയുടെ കൈ കൊടുക്കാൻ പറഞ്ഞിട്ട് നൂഹമോൾ കൊടുക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് ബായൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് കാക്കോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാക്കോന് ജസ്റ്റ് ഒരു ടീഷർട്ട് മാത്രം മതി, അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാട്ടോ. അപ്പോൾ കുറേ ഷർട്ടുകൾ എടുത്ത് നോക്കിയിട്ട് ഇതാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതായിരിക്കുന്ന ഒരു പച്ചയുണ്ടല്ലോ, ആ ഒരു ലൈറ്റ് പച്ചയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷേങ്കിൽ അത് ഓവർ സൈസായിരുന്നു, സോ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേറൊരു ടീഷർട്ടാണ് എടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സിബുള്ള സംഭവം എൻ്റെ കണ്ണിൽ പെട്ടോ. സാരല്ല, എടുക്കണ്ട, ഇട്ട എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ഗൈസ്. ഇത്ര മാനം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ട് സാറിന് അതൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഒരാളിത് പൊളിക്കാം നോക്കട്ടെ. അത് പിന്നെയും കുഴപ്പമില്ല. ആ സൈസ് എടുത്താൽ മതി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ നോക്കട്ടെ. ഈ സൈസ് എടുത്താൽ മതി. ഈ സൈസ് ഓക്കെയാണ്, മറ്റേത് ഒരുമാതിരി ലൂസാണ്. ഇത് കൈ കയറ്റിച്ചാ ഇത് രസമുണ്ട്, ഇത് വിളിച്ചു.
നിങ്ങൾക്ക് എങ്ങനത്തെ ഇഷ്ടം ലൂസ്? ഗൈസ് ഇത് രസമുണ്ടോ? എനിക്കിഷ്ടമായില്ല. എന്നാൽ അതും കൂടെ ഒന്നിട് പ്ലീസ്. വെറുതെ ഇട്ടാൽ മതി. അത് ബാക്ക് ഇതിട്, ഇതൊന്നിട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഒരു കമ്മലും കൂടെ ഇട്ട് അടിപൊളി. നീ വന്നുണ്ടോ? നീ വന്നില്ലേ? ഞാൻ പോവാണ് കേട്ടോ. ബായ്, ടാറ്റാ. അങ്ങനെ കുട്ടികൾക്ക് 3 പേർക്കും ഡ്രസ്സ് എടുത്തിട്ട് കാക്കനും ഡ്രസ്സ് എടുത്തിട്ട് നമ്മളിനി നേരെ പോകാൻ പോണത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല കടകളുണ്ടെങ്കിലും എനിക്കങ്ങനെ ഡ്രസ്സുകളൊന്നും വേഗം ഇഷ്ടമാവില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞ ഒരു മെനയും കോലവും വേണ്ടേ, അതാണ് ഇഷ്ടമാവാത്തല്ല, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ന് പുതിയൊരു കടയിൽ പോവാണ് കേട്ടോ. ഞാനത് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് നോക്കാം എന്നൊരു വൈബിലാണ് കേട്ടോ അങ്ങോട്ട് പോയത്. മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പാണ് കേട്ടോ അത് ഒരു കിമയ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ്. കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ലക്ഷറി ലുക്ക്, ഒരു പണ്ടത്തെ നമ്മളുടെ ഒരു കൊട്ടാരം വൈബ് വരുന്നൊരു ഫീലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് അവിടുത്തെ ഓരോ വർക്കുകൾ കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും നല്ല രസമുണ്ട് കേട്ടോ. കുറേ കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ എനിക്ക് എടുത്ത് തരുന്നൊരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവന് ഏത് ഡ്രസ്സ് എടുത്ത് തരണമെങ്കിലും ഒരു മടിയോ കാര്യങ്ങളില്ല കേട്ടോ. എനിക്ക് ഏത് മോഡലാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ഐറ്റംസാണ് വേണ്ടത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് അവന് റാക്കിൽ ഫുള്ള് പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ അവന് മെൻഷൻ ചെയ്യുന്നത്. ആ ഫുള്ള് കാര്യങ്ങൾ, ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം അത് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. അവസാനം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. ഞാൻ അവസാനം പറഞ്ഞു ഒരുപാടൊന്നും എടുത്തിടണ്ടാണ്, കാരണം നമ്മളൊരു ഫാഷൻ ഡിസൈനറാണ്. സോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും എടുത്ത് അവൻ കുറച്ച് ഡിസ്കൗണ്ടും തന്നു. അതുപോലെ തന്നെ അത് അടിപൊളി കവർ കേട്ടോ. അതും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിന് നമുക്ക് 5 സ്റ്റാർ റിവ്യൂ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആരെങ്കിലും ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോപ്പിലേക്ക് പോകാൻ മറക്കണ്ട കേട്ടോ. ആ ചോള എങ്ങനെ കറിയാ, എങ്ങനെ കറിയാ, എങ്ങനെ കറിയണേ, എങ്ങനെ കറിയണേ, കാട്ട് കറിയണ കാട്ടിക്ക കാട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ടൈമിലാണ് കാക്കൊരു ഓഫർ തന്നു കേട്ടോ. വേണമെങ്കിൽ കുട്ടിക്ക് ഒരു ജോഡി ഡ്രസ്സോടെ എടുക്കാന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഫാബ് ഫെദേഴ്സിൽ പോയിട്ട് ഒരു ജോഡി ഡ്രസ്സോടെ എടുക്കാൻ പോകാൻ കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ 300 രൂപേൻ്റെ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കുറവായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം എടുത്തത് നമ്മളൊരു 500 റുപ്പീസിൻ്റെയാണ് എടുത്തത്. പക്ഷേ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇപ്രാവശ്യം. നല്ല ക്വാളിറ്റി ഉണ്ട്, ലുക്കും ഉണ്ട്, എല്ലാം അതുകൊണ്ട് ഇഷ്ടമായി. നല്ല ക്ലോത്തുമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും 100-300 രൂപ എടുത്ത് തിരിച്ചു പോരാന്ന് വിചാരിച്ച് കഴിയുമ്പോൾ അവർക്ക് അവിടെയുള്ള എല്ലാ ടോയ്സും വേണം. അതിൽ കയറിയിരിക്കുക, അത് പൊളിച്ചെടുക്കുക, അങ്ങനത്തെ ഹോബീസൊക്കെ ആയിരുന്നു നൂഹമ്മോക്ക് കേട്ടോ. അപ്പോൾ അവസാനം തലയിലാവാതെ നമ്മൾ നൈസായിട്ട് ഓളെ ഇറക്കിക്കൊണ്ട് ഇങ്ങ് പോന്നു കേട്ടോ. ഇല്ലെങ്കിൽ 3000 രൂപയുടെ ഈ സൈക്കിളും കൂടെ നമ്മൾ ഡിക്കിൽ കയറ്റി കൊണ്ടുവരേണ്ട അവസ്ഥ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് പോന്നു. ഇനി നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ഈ ഒരു ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ ലവ് യു ആൻഡ് ബൈ.